തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ അവസാന മണിക്കൂറിലും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന്റെ ഭരണ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. ഉപമുഖ്യമന്ത്രി പദത്തിനായി ലീഗ് സമ്മർദ്ദം ചെലുത്തുമോ? ലീഗിന് എത്ര മന്ത്രിമാരുണ്ടാകും? മലപ്പുറം ജില്ലാ വിഭജനം, ആ ആവശ്യം വീണ്ടും ചർച്ചയാകുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പരസ്യമായി മന്ത്രിസ്ഥാനങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ലെന്നാണ് ലീഗിന്റെ വാദമെങ്കിലും അണിയറയിൽ മറിച്ചാണ് ചർച്ച. 5-ൽ കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ലീഗ് ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് വിവരം. PK കുഞ്ഞാലിക്കുട്ടിയാണ് പട്ടികയിൽ ഏറ്റവും പ്രധാനി. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത. MK മുനീറിന്റെ അഭാവത്തിൽ രണ്ടാമനായി KM ഷാജി വരാനാണ് സാധ്യത. ഇസ്ലാം മതത്തിനു വേണ്ടി അധികാരം പിടിക്കണമെന്ന തീവ്ര വർഗീയത പറഞ്ഞ KM ഷാജിക്ക് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനും ലീഗ് മടിക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 2011-ലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5-ാം മന്ത്രിസ്ഥാന വിവാദം UDF-നെ വല്ലാതെ ഉലച്ചിരുന്നു. എന്നാൽ ഇത്തവണ മന്ത്രിസ്ഥാനം മാത്രമല്ല ലീഗിന്റെ ആവശ്യം. മലപ്പുറം ജില്ലയുടെ വിഭജനം കൂടി പരിഗണനയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PMA സലാമും ഉൾപ്പെടെ ലീഗിന്റെ തലമുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വേദിയിലാണ് മലപ്പുറം ജില്ലാ വിഭജനമെന്ന ആവശ്യമുയർത്തി പ്രമേയം അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും SDPM തുടങ്ങി മതഭീകര സംഘടനകൾ ഉയർത്തിയ ആവശ്യമാണ് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ലീഗിന്റെ മതഭീകരവാദ സംഘടനകളോടുള്ള അടുപ്പം. ഉപമുഖ്യമന്ത്രി പദത്തെക്കാൾ ഉപരിയായി ഭരണത്തിൽ നിർണായക വകുപ്പുകൾക്കായിരിക്കും ലീഗ് ഇത്തവണ മുൻഗണന നൽകുക. ഏതായാലും മെയ് 4-ന് യഥാർത്ഥ ഫലം പുറത്തുവരുന്നതോടെ UDF-നുള്ളിലെ അധികാര സമവാക്യങ്ങളിൽ ലീഗ് എത്രത്തോളം പിടിമുറുക്കുമെന്ന് വ്യക്തമാകും. ജനം, കോഴിക്കോട്.